ISL സീസൺ 11 ആദ്യ 3 ആഴ്ച പിന്നിടുമ്പോഴുള്ള പോയിന്റ്സ് ടേബിൾ അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. 10 ടീമുകൾ 3 കളിയും 3 ടീമുകൾ 2 കളിയും കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഏതൊക്കെ ടീം പോയിന്റ്സ് ടേബിൾ എവിടെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. പോയിന്റ്സ് ടേബിളിന്റെ ഏറ്റവും അവസാനം 13ാം സ്ഥാനത്ത് മുൻ ചാമ്പ്യന്മാരായിട്ടുള്ള ഹൈദരാബാദ് FC ആണ്. ആദ്യ 2 കളിയും തോറ്റ ടീം ഇതുവരെ ഒരു ഗോൾ പോലും സീസണിൽ സ്കോർ ചെയ്തിട്ടില്ല. 0 പോയിന്റ് ഉള്ളപ്പോൾ -5 ആണ് ഗോൾ ഡിഫറൻസ്. 12ാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാൾ ആണ്. അടിമുടി മാറ്റങ്ങളും പുതിയ കളിക്കാരും ഒക്കെയായി വന്നിട്ടും ആദ്യ 3 മത്സരവും ഈസ്റ്റ് ബംഗാൾ തോൽക്കുകയായിരുന്നു. 0 പോയിന്റ് ഉള്ളപ്പോൾ -3 ആണ് ഗോൾ ഡിഫറൻസ്. 11ാം സ്ഥാനത്ത് മുംബൈ സിറ്റി FC ആണ്. മോശം തുടക്കമാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് ലഭിച്ചിരിക്കുന്നത്. ആദ്യ 2 കളിയിൽ നിന്നും ഒരു പോയിന്റ് മാത്രം നേടാൻ സാധിച്ചപ്പോൾ -1 ആണ് ഗോൾ ഡിഫറൻസ്. 10ാം സ്ഥാനത്ത് ഒഡീഷ FC ആണ്. 3 കളിയിൽ നിന്നും 3 പോയിന്റ് ആണ് ഒഡീഷയ്ക്കുള്ളത്. -1 തന്നെയാണ് ഒഡീഷയുടെയും ഗോൾ ഡിഫറൻസ്. 9ാം സ്ഥാനത്ത് ചെന്നൈയിൻ FC ആണ്. 2 കളിയിൽ നിന്നുമായി 3 പോയിന്റ് ആണ് ചെന്നൈക്കുള്ളത്. 0 ആണ് ഗോൾ ഡിഫറൻസ്. 8ാം സ്ഥാനത്ത് നിലവിലെ ഷീറ്റ് വിന്നേഴ്സ് ആയിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. 3 കളിയിൽ നിന്ന് 4 പോയിന്റ്സ് ടീം നേടിയപ്പോൾ -2 ആണ് ഗോൾ ഡിഫറൻസ്. 7ാം സ്ഥാനത്ത് തങ്ങളുടെ ആദ്യ ISL സീസൺ കളിക്കുന്ന മുഹമ്മദൻ SC ആണ്. 3 കളിയിൽ നിന്നും 4 പോയിന്റ്സ് ഉള്ളപ്പോൾ 0 ആണ് ഗോൾ ഡിഫറൻസ്. 6ാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും 4 പോയിന്റുമായി നിൽക്കുമ്പോൾ 0 തന്നെയാണ് ഗോൾ ഡിഫറൻസ്. 5ാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം ബ്ലാസ്റ്റേഴ്സ് ആണ്. 3 കളിയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് 4 പോയിന്റ്സ് സ്വന്തമാക്കിയപ്പോൾ 0 ആണ് ഗോൾ ഡിഫറൻസ്. 4ാം സ്ഥാനത്ത് ഗോവയാണ്. 3 കളിയിൽ നിന്നും 4 പോയിന്റ്സ് ഗോവയ്ക്കുള്ളപ്പോൾ 0 തന്നെയാണ് ഗോൾ ഡിഫറൻസ്. ടോപ്പ് 3 വന്നാൽ 3ാം സ്ഥാനത്ത് 6 പോയിന്റ്സുകളുമായി ജംഷഡ്പൂർ FC ആണ്. +1 ഗോൾ ഡിഫറൻസ് ആണ് ജംഷഡ്പൂരിനുള്ളത്. 2ാം സ്ഥാനത്ത് പഞ്ചാബ് FC ആണ്. മികച്ച തുടക്കം പഞ്ചാബിന് കിട്ടിയിരിക്കുമ്പോൾ ആദ്യ 3 കളിയും പഞ്ചാബ് ജയിച്ചു. +4 ആണ് പഞ്ചാബിന്റെ ഗോൾ ഡിഫറൻസ്. 1ാം സ്ഥാനത്ത് ബംഗളൂരു FC ആണ്. സർവാധിപത്യത്തോടെ ബംഗളൂർ തുടങ്ങിയപ്പോൾ ഒരൊറ്റ ഗോൾ പോലും ബംഗളൂർ ആദ്യ 3 കളിയിലും വഴങ്ങിയിട്ടില്ല. +7 ആണ് ഗോൾ ഡിഫറൻസ്. ഒരു ടീമിന് 24 മത്സരം വരുന്ന വലിയൊരു ലീഗിന്റെ തുടക്കത്തിലെ അനാലിസിസ് മാത്രമാണിത്. തിരിച്ചുവരവുകൾക്കും തിരിച്ചടികൾക്കുമെല്ലാം ഒരുപാട് സമയമുള്ളപ്പോൾ മികച്ച ഒരു സീസൺ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യ 2 സ്ഥാനക്കാർ നേരിട്ട് സെമി ഫൈനലിലോട്ട് ക്വാളിഫൈ ചെയ്യുമ്പോൾ 3 മുതൽ 6 വരെയുള്ള സ്ഥാനക്കാർ പ്ലേ ഓഫിലോട്ട് ക്വാളിഫൈ ചെയ്യും.